ഉന്നയിച്ച പ്രതിപക്ഷം ഇന്ന് നിയമസഭയ്ക്ക് പുറത്തും സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് നടക്കുന്നത്. നിയമസഭ കൂടുന്ന സമയത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. ബാർക്കോഴ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും എതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ട് ഈ മാർച്ചിന്. കഴിഞ്ഞ ദിവസമാണ് ബാർക്കോഴ വിഷയം വീണ്ടും ഉന്നയിക്കുവാനുള്ള തീരുമാനം UDF എടുത്തത്. അതനുസരിച്ച് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇന്നലെ അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നിരുന്നു. ഇന്ന് നിയമസഭയ്ക്ക് വെളിയിലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം തടഞ്ഞിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തീർത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് ഈ സമരത്തിന്റെ മറ്റു വിവരങ്ങൾ? മഞ്ജുഷ്, ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തകരെ ഈ നിയമസഭയ്ക്ക് സമീപത്ത് വെച്ച് ബാരിക്കേഡുകൾ തീർത്ത പ്രതിരോധം പോലീസ് തീർക്കുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചതിന് ശേഷമാണ് വലിയ കല്ലേറിലേക്ക് പോയത്. പ്രവർത്തകർ പോലീസിന് നേരെ പലതവണ വലിയ കല്ലുകൾ എടുത്ത് എറിയുകയായിരുന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ. എവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഏത് ഭാഗത്താണ്, തലസ്ഥാനത്തിന്റെ ഏത് ഭാഗത്താണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുള്ളത്? സ്റ്റേഡിയത്തിന്റെ ഭാഗത്തേക്ക് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ മേഖലയിൽ തന്നെയാണ് സാധാരണഗതിയിൽ നിയമസഭയിലേക്ക് മാർച്ചുകൾ നടത്തുമ്പോൾ ഈ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് ബാരിക്കേഡുകൾ തീർത്താണ് ഈ പ്രവർത്തകരെ തടയുകയും ചെയ്യുന്നത്. ആ ഭാഗത്ത് തന്നെ വെച്ചാണ് ഇപ്പോൾ ജലപീരങ്കി 2 എണ്ണം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിരോധമാണ് ഈ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയ്ക്ക് പോകും. സംസാരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിനിടെയാണ് സതീശൻ അങ്ങോട്ട് വന്നത്. സതീശൻ സംസാരിക്കുന്നു. മറ്റ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അസംബ്ലി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നയത്തിൽ മാറ്റം വരുത്തി ബാർ ഉടമകൾക്കുമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകളുടെ സംഘടന എറണാകുളത്ത് യോഗം ചേർന്ന് ഒരു ബാറുകാരൻ, ഏകദേശം 900-ലധികം ബാറുണ്ട് കേരളത്തിൽ. VD സതീശൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. മറ്റു വാർത്തകൾ